നിങ്ങൾ ഒഡീഷ എഫ്സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഓർക്കുന്നുണ്ടായിരിക്കും. ആ മത്സരത്തിൽ ആവേശകരമായ പ്രകടനത്തിന് ശേഷം വൈക്കിംഗ് ആ സെലിബ്രേഷന് വേണ്ടി ആരാധകരുടെ അടുകിലേക്ക് ചോര നീരാക്കി കളിച്ച അഡ്രിയാൻ ലൂണയും സംഘവും വന്നപ്പോൾ വളരെ പരുഷമായിട്ടുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടായിരുന്നു ഈസ്റ്റ് ഗാലറിയിൽ ആരാധകർ അദ്ദേഹത്തിനെ വരവേറ്റത്. അപ്പോൾ തന്നെ അതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ലൂണ അവിടെ സെലിബ്രേഷനും കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ തിരിഞ്ഞ് നടന്ന് വെസ്റ്റ് ഗാലറിയിലേക്ക് പോയി അവിടെ ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെയോ മറ്റാരുടെ ഒപ്പം ആരാധകർക്കൊപ്പം കുറച്ച് വൈക്കിംഗ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ലൂണ പരസ്യമായിട്ട് തന്നെ നീരസം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ കാര്യം കുറച്ചുകൂടി അസന്നിഗ്ധമായിട്ട് അഡ്രിയാൻ ലൂണ പറഞ്ഞിരിക്കുകയാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരാധകർക്ക് മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. പക്ഷേ അന്ന് ഒഡീഷ എഫ്സിക്കെതിരെയുള്ള വിജയത്തിന് ശേഷം ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായ അത്തരത്തിലുള്ള പ്രതികരണം ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാനേജ്മെന്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്റേണലി ആഭ്യന്തരമായിട്ട് തന്നെ പരിഹരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തുമ്പോൾ അത് ഞങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടായിരിക്കും അനുഭവമാവുന്നത്. അത് ഒരു മോശം ഇമേജ് ഈ ഒരു ക്ലബിനും ആരാധകർക്കും സൃഷ്ടിക്കും എന്നാണ് അഡ്രിയാൻ ലൂണ പറയുന്നത്. അന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. മാനേജ്മെന്റിനോടുള്ള കലിപ്പ് മാനേജ്മെന്റിനോടാണ് തീർക്കേണ്ടത്, അല്ലാതെ ചോര നീരാക്കി കളിക്കേണ്ട താരങ്ങളോടല്ല. അത് അഡ്രിയാൻ ലൂണ വളരെ കൃത്യമായിട്ട് ഇവിടെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി.